ലോകത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാം. സ്വദേശത്തേക്കും വിദേശത്തേക്കും യാത്ര ചെയ്യാം സൂര്യയിലൂടെ. പാസ്പോർട്ട്, എമിഗ്രേഷൻ, ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, വിസ സ്റ്റാമ്പിംഗ്, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ, വിസിറ്റിംഗ് വിസ, ഹോളിഡേ പാക്കേജസ്, ഉംറ പാക്കേജുകൾ, ഹോട്ടൽ ബുക്കിംഗ്, ഇൻഷുറൻസ്, ഫോട്ടോസ്റ്റാറ്റ്, ലാമിനേഷൻ, പാൻ കാർഡ്, റബ്ബർ സീൽ. സൂര്യ ഇന്റർനാഷണൽ ട്രാവൽസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, വടക്കാഞ്ചേരി, ചേലക്കര, ഡൽഹി, ദുബായ്, ഇപ്പോൾ ആറങ്ങോട്ടുകരയിലും. ഫോൺ 9447268947 8056999614. നമസ്കാരം, എനിടൈം ന്യൂസിലേക്ക് സ്വാഗതം. കനത്ത മഴയെ തുടർന്നുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെയും ഏകോപനത്തിനായി വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിൽ MLA സേവ്യ ചിറ്റലപ്പിള്ളിയുടെ അധ്യക്ഷതയിൽ തലപ്പള്ളി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നു. മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും വകുപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. വയനാട് ചൂരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങളിലുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് യോഗം ആരംഭിച്ചത്. നിയോജകമണ്ഡലത്തിൽ 10 ദുരിതാശ്വാസ ക്യാമ്പുകൾ നിലവിലുള്ളതായി MLA അറിയിച്ചു. വടക്കാഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളിലുമായി 24 മണിക്കൂറിൽ 338 mm മഴ പെയ്ത സാഹചര്യത്തിലാണ് കനത്ത മഴവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും ഉണ്ടായത്. വടക്കാഞ്ചേരിയിലും കൂറാഞ്ചേരിയിലും ഇടിഞ്ഞ മണ്ണ് അടിയന്തരമായി നീക്കം ചെയ്യുന്നതിനും വാഴാനി, പത്താഴക്കുണ്ട്, പീച്ചി, പൂമല എന്നീ ഡാമുകളിൽ നിന്നുള്ള ജലത്തിന്റെ സുഗമമായ ഒഴുക്കിന് തടസ്സമായി നിൽക്കുന്ന വസ്തുക്കൾ, അപകട ഭീഷണിയിലുള്ള മരങ്ങൾ, ഇലക്ട്രിക് പോസ്റ്റുകൾ എന്നിവ നീക്കം ചെയ്യുന്നതിനും ഇറിഗേഷൻ, PWD, KSEB വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി ഹോട്ട്സ്പോട്ടുകൾ ആയി അടയാളപ്പെടുത്തുന്നതിന് ജിയോളജി, മണ്ണു സംരക്ഷണ വകുപ്പുകളെ ചുമതലപ്പെടുത്തി. ഇരട്ടക്കുളങ്ങര, അകമല, പുതുരുത്തി പ്രദേശങ്ങളിലുണ്ടായ മണ്ണിടിച്ചിലും കുറാഞ്ചേരി, തേനമ്പറമ്പ് പ്രദേശത്ത് ഉണ്ടായ വെള്ളക്കെട്ടും പരിഹരിക്കുന്നതിന് റവന്യൂ, തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾക്ക് MLA നിർദ്ദേശം നൽകി. വാഴാനി ഇറിഗേഷൻ കനാലുകളിൽ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന മരങ്ങൾ വെട്ടിമാറ്റുന്നതിന് യഥാസമയം അനുമതി നൽകുന്നതിന് വനം വകുപ്പിനോട് ആവശ്യപ്പെട്ടു. അകമല മുതൽ ഭരണിപ്പച്ച വരെയുള്ള വനമേഖലയിൽ നിന്നും അധിക ജലം ഒഴുകിയെത്തിയെന്ന് പരിശോധിച്ച് ആവശ്യമായ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനും വനമേഖലയോട് ചേർന്ന് അപകടകരമായ രീതിയിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റുന്നതിനും വനം, ജിയോളജി, മണ്ണ് സംരക്ഷണ, തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ സംയുക്തമായി സർവേ നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണെന്ന് യോഗത്തിൽ തീരുമാനിച്ചു. ഭാഗികമായും പൂർണ്ണമായും നശിച്ച വീടുകളുടെ വിവരങ്ങൾ വില്ലേജ് ഓഫീസർമാർ വഴി ശേഖരിക്കുവാനും തീരുമാനമായി. ആടാട്ട്, തോളൂർ ഗ്രാമപഞ്ചായത്തുകളിൽ അധിക ജലം ഒഴുകിയെത്തിയതിനാൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം ആരംഭിച്ചതായി MLA അറിയിച്ചു. പ്രളയബാധിത പ്രദേശങ്ങളിലെ വീടുകളിൽ മതിയായ ക്ലോറിനേഷൻ നടപടികൾ സ്വീകരിക്കുന്നതിനും അടിയന്തര സാഹചര്യത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകി. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ TV സുനിൽകുമാർ, ഉഷാദേവി, തങ്കമണി ശങ്കുണ്ണി, ലക്ഷ്മി വിശ്വംഭരൻ, ബൈജു ദേവസി, സിമി അജിത് കുമാർ, VK രഘുനാഥൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അൻസാർ അഹമ്മദ്, തലപ്പള്ളി തഹസിൽദാർ അനുപമൻ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, Facebook ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.